ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് മാണിക്കുഞ്ഞിന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ? ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ. CBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എന്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വരട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? വരട്ടെ, പറയാം. എന്റെ പോക്കറ്റ് ഡയറി മറന്നു തോന്നുന്നു. വന്നിരുന്നു. ദേ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല, ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. സംശയം തോന്നി കാണില്ല. നല്ല പെരുമാറ്റമായിരുന്നു. എന്താ സർ? ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി. അതൊന്ന് എടുത്തോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. പ്ലീസ്. താങ്ക് യു ഫോർ എവറിത്തിങ്. വരട്ടെ. എന്താ ഗണേഷ്, ബോക്സിൽ ബോംബ് പോലും ഉണ്ടോ? ഒന്നുമില്ല സർ, എംടി. ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് മാണിക്കുഞ്ഞിന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ? ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ. CBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എന്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വരട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? വരട്ടെ, പറയാം. എന്റെ പോക്കറ്റ് ഡയറി മറന്നു തോന്നുന്നു. വന്നിരുന്നു. ദേ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല, ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. സംശയം തോന്നി കാണില്ല. നല്ല പെരുമാറ്റമായിരുന്നു.